ഹലോ, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ട് നമുക്കൊരു സിമ്പിളായിട്ടൊരു ഫ്ലവർ ഉണ്ടാക്കിയാലോ? ആദ്യം ഒരു പൈപ്പ് ക്ലീനർ എടുത്തിട്ട് അതിൻ്റെ മിഡിൽ നമ്മൾ കട്ട് ചെയ്യുക. എന്നിട്ട് ആ കട്ട് ചെയ്ത ഭാഗം എടുത്തിട്ട് ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ നമ്മൾ ചെയ്യണം. ഇതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ ഒരു ഇതൾ. ഇതേപോലെ നമുക്ക് ഒരു 6-7 പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ 2 ലെയറായിട്ടാണ് ചെയ്യുക. അതായത് ഒരു ലെയറിൽ 6-7 പെറ്റൽസ്, അടുത്ത ലെയറിലും അതേപോലെ തന്നെ ചെയ്യുക. ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ മിഡിൽ പോർഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പൈപ്പ് ക്ലീനർ എടുത്ത് ഇങ്ങനെ ചുറ്റിയെടുക്കാം. ഇനി ഇത് നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കാം. നമ്മളെപ്പോഴും ഗ്ലൂ ഗൺ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക, കാരണം നോർമൽ ഗ്ലൂ വെച്ചിട്ട് ഇത് ഒട്ടില്ല. ഇനി നമുക്കൊരു യെല്ലോ പൈപ്പ് ക്ലീനർ എടുത്തിട്ട് ഇതേപോലെ റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് അതും ഇതേപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഭയങ്കര ഈസിയാണ് കേട്ടോ ഈ ഫ്ലവർ ഉണ്ടാക്കാൻ. ഞാൻ ഈ പൈപ്പ് ക്ലീനേഴ്സ് എല്ലാം ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ഭയങ്കര അഫോർഡബിൾ ആണ്. പക്ഷെ ക്വാളിറ്റീൻ്റെ ചെറിയൊരു കുഴപ്പമുണ്ട്. പിന്നെ ചില കളേഴ്സൊക്കെ മിസ്സിംഗ് ആണ്. എന്നാലും നമ്മൾ ബിഗിനർ എന്നുള്ള രീതിയിൽ നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കി പഠിക്കണമെന്നൊക്കെ ആണെങ്കിൽ ഇത് ഓക്കെയാണ്. ഇനി നമുക്ക് ഈ പെറ്റൽസൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഫസ്റ്റ് ഒരു ലെയർ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക, പിന്നെ അതിൻ്റെ മുകളിലായിട്ട് അടുത്ത ലെയർ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റെം ഉണ്ടാക്കാം. അതിനു വേണ്ടി ഒരു ഗ്രീൻ പൈപ്പ് ക്ലീനർ എടുത്തിട്ട് ഇതേപോലെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ലീഫ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ ഫുള്ളായിട്ടുള്ള ഒരു പൈപ്പ് ക്ലീനർ എടുത്തിട്ട് ഇതേപോലെ ബെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ലീഫ് ഉണ്ടാക്കുക. ശരിക്കും ഇങ്ങനെയുള്ള ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സ്ട്രെസ് ഫ്രീ ആവട്ടോ. നമുക്കൊരു മൈൻഡ്ഫുൾനെസ് ഫീലിംഗ് ഒക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്ത് ഇങ്ങനെയുള്ള ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്ത് നോക്കട്ടോ. സ്റ്റെമ്മ് തുടങ്ങുന്നൊരു ഭാഗമില്ലേ, അതായത് ഫ്ലവറിൻ്റെ ബാക്കിലുള്ളൊരു ഭാഗം, അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫുള്ളായിട്ടുള്ളൊരു ഗ്രീൻ പൈപ്പ് ക്ലീനർ എടുത്തിട്ട് ഹാഫായിട്ട് കട്ട് ചെയ്യുക. ഞാൻ ആ കട്ട് ചെയ്തത് എടുത്തിട്ട് വീണ്ടും ഹാഫായിട്ട് കട്ട് ചെയ്ത് നേരത്തെ നമ്മൾ പെറ്റൽസ് ഉണ്ടാക്കിയില്ലേ ആ സെയിം പോലെ നമ്മൾ വീണ്ടും ഒരു 5-6 ഉണ്ടാക്കുക. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഗ്ലൂ ഗൺ വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ തന്നെയാണ് കേട്ടോ. നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ ഗ്ലൂ ഗണ്ണിൻ്റെയും അതേപോലെ പൈപ്പ് ക്ലീനേഴ്സിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇതേപോലെ. ബൈ.